വണ്ടന മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് അമൃത ആശുപത്രി. CT സ്കാൻ ചെയ്ത് കത്രികയുടെ പൊസിഷൻ മനസ്സിലാക്കും. ഇതിനുശേഷം മാത്രമേ ശസ്ത്രക്രിയ സംബന്ധിച്ച തീരുമാനം എടുക്കുകയുള്ളൂ. നിലവിൽ രോഗിയെ ഗ്യാസ്ട്രോ വാർഡിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് ഉഷയുടെ മകൻ ഷിബിൻ പറഞ്ഞു. ഉണ്ടായത് ഗുരുതരമായ ചികിത്സാ പിഴവാണ്. ആരോഗ്യമന്ത്രി ഇതുവരെ ഇടപെട്ടിട്ടില്ലെന്നും മകൻ കുറ്റപ്പെടുത്തി. ആദ്യം ആ പ്രതികരണത്തിൽ വേദന അനുഭവപ്പെട്ടല്ലോ, അതിനുശേഷം ഈ ഡോക്ടറിന്റെ വീട്ടിൽ തന്നെ നമ്മൾ കൺസൾട്ടിങ് ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അതിന്റെ പിന്നെ ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിക്കാം. ആ റിസൾട്ടിലൊന്നും പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഡോക്ടറോട് വേദനയുണ്ട് എന്ന് ലളിതാംബ ഡോക്ടറോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ വേദനയുണ്ട് എന്നുള്ള കാര്യം പിന്നീട് കാണാം. അല്ല, നമ്മൾ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഈ സ്റ്റിച്ച് ഇടുന്ന സമയത്ത് ഒന്ന് പഴുത്തായിരുന്നു. അത് ക്ലിയർ ചെയ്ത് പെട്ടെന്ന് മാറി. പിന്നെ ഇതിന്റെ റിസൾട്ടും കൊണ്ട് അവർ കണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് പോയില്ല. നമുക്ക് നഷ്ടപരിഹാരം വേണം തന്നെയാണ്. കാരണം ഇത്ര അമ്മ സ്ട്രഗിൾ ചെയ്ത് നമ്മളെ എല്ലാ ഓഫീസിലും എല്ലാ ഡോക്ടർമാരും പല രീതിയിലും കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാ ഇഷ്യൂ എന്ന് നമ്മൾ ഇപ്പോഴല്ല അറിയുന്നത്. ഇത്ര നാളായിട്ടും പല രീതിയിലും നമ്മൾ പുറത്ത് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നുമില്ല. ഇതിനെതിരെ നമുക്ക് നടപടി ഡോക്ടർക്ക് നമുക്ക് വേണമല്ലോ. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ആ മകൻ പറയുന്നത് അമ്മയ്ക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. എന്തായാലും ആദ്യം ആ മകൻ പറയുന്നത് എന്താണ്, അതേക്കുറിച്ച് നമുക്കൊന്ന് പറയാം മിഥുൻ. ഉഷയെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയയ്ക്കും അതുപോലെ തന്നെ തുടർ ചികിത്സയ്ക്കുമായി ഇപ്പോൾ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ മകൻ പ്രതികരിച്ചത്. നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മകൻ വ്യക്തമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സ തുടരാനുള്ള ചില നിർദ്ദേശങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിരുന്നു. പക്ഷേ അവിടേക്ക് പോകാൻ അമ്മയ്ക്ക്, അതായത് ഉഷയ്ക്ക് അത്ര ധൈര്യമില്ല. വീണ്ടും മെഡിക്കൽ കോളേജിൽ തന്നെ പോകുന്നത് ശരിയാവില്ല എന്നുള്ളൊരു ഭയത്തിൽ തന്നെയാണ് ആ കുടുംബമുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ചില ജനപ്രതിനിധികളെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവരെ ഗാസ്ട്രോ വാർഡിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഗ്യാസ്ട്രോ വാർഡിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഉഷയെ. ഒപ്പം തന്നെ ഇവിടെ വിദഗ്ധമായിട്ടുള്ള പരിശോധന, CT സ്കാൻ പരിശോധന ഇവിടെ നടത്തേണ്ടിയിരിക്കുന്നു. ഈ കത്രികയുടെ കത്രിക ശരീരത്തിൽ എവിടെയാണ് കിടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നതിന് ശേഷം ശസ്ത്രക്രിയ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് എത്തും. എത്രത്തോളം സങ്കീർണമാണ് എന്നടക്കം പരിശോധിച്ചതിന് ശേഷമാണ് ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ എന്തായാലും വിദഗ്ധ സംഘം ഇവരെ പരിശോധിക്കുമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരുടെ വീഴ്ചയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഇപ്പോൾ കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തങ്ങളുമായി ബന്ധപ്പെട്ടല്ലെന്നും കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്നും ഇതോടൊപ്പം തന്നെ കുടുംബം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വിഭാഗത്തിനെതിരെയും ഉയർന്നിട്ടുള്ളത്. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇത്തരത്തിൽ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും എല്ലാ വിഷയത്തിലും റിപ്പോർട്ട് തേടുക മാത്രമാണ് മന്ത്രിയുടെ ഒരു പതിവ് രീതിയെന്നും മറ്റു നടപടികളൊന്നും ഉണ്ടാകാറില്ല എന്നും അവർ വിമർശിക്കുകയുണ്ടായി. ആരോഗ്യ കേരളം നമ്പർ 1 തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണ ബോർഡുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് എല്ലായിടത്തും സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതെല്ലാം എടുത്തു മാറ്റണമെന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുകയാണ്. ശസ്ത്രക്രിയ സംബന്ധിച്ച് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കൂടുതൽ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം നടത്തും. ഇന്ന് തന്നെ ശസ്ത്രക്രിയ ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. അതായത് ഇന്ന് ശസ്ത്രക്രിയ പ്രതീക്ഷിക്കേണ്ടതില്ലല്ലേ മിഥുൻ? എന്തായാലും ഇന്ന് തീരുമാനമുണ്ടാകുമെന്നായിരുന്നു നമുക്ക് നേരത്തെ ലഭിച്ചിരുന്ന സൂചനകൾ. അതായത് ഇന്ന് എന്തായാലും ഒരു കൃത്യമായ ഒരു പരിശോധനകൾക്കൊക്കെ ശേഷം മാത്രമേ ആ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഇന്ന് ഈ വിശദമായിട്ടുള്ള ഈ CT സ്കാൻ അടക്കമുള്ള പരിശോധന നടത്തണം. അവസാനം അതിനുശേഷം ഒരു വിദഗ്ധ സംഘം മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. ആ വിദഗ്ധ സംഘം പരിശോധിച്ച് ഇതിൻ്റെ സ്ഥാനമെല്ലാം നിർണ്ണയിച്ച് എത്രത്തോളം സങ്കീർണമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ. കാരണം 5 വർഷത്തോളം ശരീരത്തിനകത്ത് നിന്ന് കിടന്നിരുന്ന കത്രികയാണ്. എന്തെങ്കിലും സങ്കീർണത അതെടുത്തു മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സങ്കീർണതകളുണ്ടോ എന്നടക്കമുള്ള
വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ചില നിഗമനങ്ങളിലേക്കും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും അവലോകനങ്ങളിലേക്കും എത്തണം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഇന്ന് പരിശോധനകൾ പൂർത്തിയാക്കും. ഒപ്പം തന്നെ മെഡിക്കൽ ബോർഡ് ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ ശസ്ത്രക്രിയ സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്കും ഇന്നെത്തും. പക്ഷേ മറ്റ് ശാരീരിക പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം തൊട്ടടുത്ത ദിവസമായിരിക്കും ശസ്ത്രക്രിയ നടക്കുക എന്നാണ് ഇപ്പോൾ ചില സൂചന ആശുപത്രി അധികൃതർ നൽകുന്നത്. ശരി മിഥുൻ, എന്തായാലും ഉഷ ഇപ്പോൾ അമൃത ആശുപത്രിയിൽ തുടരുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി സർക്കാർ ആശുപത്രി ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഉഷയുടെ മകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം എന്നുള്ളതാണ്.